ഹലോ അടുത്തൊരു ഫേസ് പാക്കായിട്ട് ഞാൻ വന്നിട്ടുണ്ടേ. ഈ ഫേസ് പാക്കിന് നമുക്ക് വേണ്ടത് രണ്ടേ ഇൻഗ്രീഡിയൻസ് ആണ്, മസൂർ ദാളും മിൽക്കും. ഈ ഫേസ് പാക്കിന് ഞാൻ 2 ടേബിൾ സ്പൂൺ ദാളാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എടുത്തിരിക്കുന്ന പരിപ്പ് നല്ല പോലെ പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മിൽക്ക് ആഡ് ചെയ്യാം. നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ ഫോം ആകുന്നത് വരെ ആഡ് ചെയ്യാം. എനിക്കിവിടെ 4 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്യേണ്ടത് വന്നു. അപ്പോഴാണ് എനിക്കൊരു പേസ്റ്റ് രൂപത്തിൽ ഫോം ആയത്. നിങ്ങൾ എത്ര ടേബിൾ സ്പൂൺ ദാൽ എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് മിൽക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ പേസ്റ്റ് ആയതിനു ശേഷം നമുക്ക് അത് മാറ്റി വയ്ക്കാം. കുറച്ചധികം ടൈം എടുത്ത് മിക്സ് ചെയ്താലാണ് കേട്ടോ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. ഫൈനലി എൻ്റെ ഫേസ് പാക്ക് ഇവിടെ റെഡിയായി. ഫേസ് പാക്ക് ഇടുന്നേക്കാളും മുമ്പ് നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്താലോ? ഞാനിവിടെ മാമ എർത്തിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫേസ് വാഷാണ് മാമ എർത്തിൻ്റെ ടെർമറിക് ആൻഡ് സാഫ്രോൺ ഫേസ് വാഷ്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആക്കാനാണ് ഞാനിവിടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. സ്റ്റീം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഞാൻ എപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഫേസ് പാക്ക് ഇടാൻ. അതുപോലെ തന്നെ സ്റ്റീം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫേസ് വാഷ് ചെയ്യുന്നത്. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് ഫേസ് സ്റ്റീം ചെയ്യാൻ. കഴിഞ്ഞ തവണ ഞാൻ സ്റ്റീം ചെയ്യുന്ന ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ടേ, കാരണം എനിക്ക് ആ വീഡിയോ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. സോ ഇപ്രാവശ്യം ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ക്യാമറമാനും ആക്ടറും ഞാനായതുകൊണ്ട് കുറച്ചൊക്കെ കഷ്ടപ്പാടാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട്. സോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാം. കഴുത്തിലും അതുപോലെ സ്റ്റീം ചെയ്തോളൂ. നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണുണ്ടല്ലോ. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളത് ജസ്റ്റ് മിസ്സാക്കാതിരിക്കാനാണ്. എൻ്റെ സ്റ്റീം കയ്യിൽ കഴിഞ്ഞു. ഞാനിവിടെ ഒരു 5 മിനിറ്റോളം ആവി കൊള്ളാനായിട്ട് എടുത്തുള്ളൂ. അതിനുശേഷം ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്തു. ഫേസിൽ നല്ലപോലെ പാക്ക് മസാജ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. എൻ്റെ ഇവിടെ ഏകദേശം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 10 to 15 മിനിറ്റോളം നമുക്കൊന്ന് അബ്സോർവ് ചെയ്യാനായിട്ട് കൊടുക്കാം. ആഫ്റ്റർ 50 മിനിറ്റ്സ് കണ്ടതാ ഇതുപോലെ ഒന്ന് ഉണങ്ങും. ഇതിന് ശേഷം നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റിലേ ഒന്ന് ഞെട്ടിപ്പോയി. ആ ഞെട്ടിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഷൂട്ട് ചെയ്തപ്പോഴും പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് കട്ടാക്കേണ്ട വന്നു. ഞാനത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് എന്താ പറയുക, നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത്. പെട്ടെന്നൊരു സ്കിൻ ബ്രൈറ്റനാക്കി തരും. ഇൻസ്റ്റൻറ്റ് ഗ്ലോ വേണ്ടവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ബെസ്റ്റ് ഐറ്റമാണ് ഈ ഫേസ് പാക്ക്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഫേസ് പാക്ക് എൻ്റെ ഫേസ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കി തന്നു. എനിക്കും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ദേ നോക്കിക്കേ എൻ്റെ ഫേസ് എന്തോരം സോഫ്റ്റ് ആൻഡ് സ്മൂത്തനിങ് ആയെന്ന്. ഐ ജസ്റ്റ് ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.